ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസിന്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മുടെ വൈറ്റ് സാരീസിലെ ഹാൻഡ് പിക്ക് കളക്ഷൻ ആണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വൈറ്റ് സാരീസിന്റെ കുറേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പാറ്റേൺസ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കും. വരുന്ന വീഡിയോയിലായിട്ട് കൂടുതൽ കളക്ഷൻസ് വൈറ്റ് ആണെങ്കിലും പേസ്റ്റൽസ് ആണെങ്കിലും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേണിൽ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ നമ്മളൊരു 1 year മുമ്പൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമ്മളത് പ്രത്യേകം പറഞ്ഞ് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ക്രിസ്മസിന്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് റീസ്റ്റോക്ക് കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചാൽ കോട്ട ഫാബ്രിക്കിലൊക്കെ എംബ്രോയിഡറി വരുന്ന പാറ്റേൺസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ഓരോരോ സാരീസ് വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് കളറിലെ സിൽക്കി കോട്ട സാരിയിൽ ബേബി പിങ്ക് കളറിലെ ഒരു ബേബി പിങ്കും അതുപോലെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലെ എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഈ ഒരു സാരിയുടെ ഫുൾ ബോഡിയിലും ഈ ഒരു എംബ്രോയിഡറി പാറ്റേൺ വരുന്നത് പോലെയാണ് സാരി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാരിയാണ്. നമുക്ക് പ്ലെയിൻ സാരീസിലാണെങ്കിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ നെറ്റ് വരുന്ന സിൽക്കി കോട്ട സാരിയാണ്. നമുക്ക് പ്ലെയിൻ സാരീസിലൊക്കെ അവൈലബിൾ ആകുന്നത് പോലെ തന്നെ വൈറ്റ്, ഇത് ഭയങ്കര ഒരു ബ്രൈറ്റ് വൈറ്റ് അല്ല, മിൽക്കി വൈറ്റ് ഷെയ്ഡാണ്. നമുക്ക് പ്ലെയിൻ സാരി ആണെങ്കിലും എപ്പോഴും സിൽക്കി കോട്ട വൈറ്റ് എന്ന് പറയുന്നത് ഒരു മിൽക്കി വൈറ്റ് ഷെയ്ഡാണ്, ഒരു ക്രീമിഷ് ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡ്. ആ ഒരു ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു സാരിയും വന്നിരിക്കുന്നത്. ഓഫ് വൈറ്റ് അല്ല, ആക്ച്വലി മിൽക്കി വൈറ്റ് എന്ന് പറയും. ഓഫ് വൈറ്റിനോളം ക്രീമിഷ് ആയിട്ട് വരില്ല, എന്നാൽ വൈറ്റിനേക്കാൾ കുറച്ചും കൂടി ഒരു ക്രീമിൻ്റെ ഒരു ചെറിയൊരു ടിൻറ്റൂടെ വരുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സിൽക്കി കോട്ട സാരീസ് വരുന്നത്. അതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പിങ്കും ഗ്രീനും ഉള്ള കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു എംബ്രോയിഡറി വന്നിരിക്കുന്നത്. 3 ഫ്ലവേഴ്സും അതിന് ചുറ്റും 3 ബ്രാഞ്ചസും വരുന്നൊരു പാറ്റേണിൽ ഫുൾ ബോഡി ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് പോലെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ആ ഒരു പല്ലു പോർഷനാണ്. പല്ലു പോർഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് വരുന്നത്. അതുണ്ടോ, ഫുൾ നിറച്ചും ആ ഒരു എംബ്രോയിഡറി വന്നിട്ടുണ്ട്. വളരെ അടുത്തടുത്ത് തന്നെ, ഒരുപാട് ഗ്യാപ്പിലൊന്നുമല്ല, അടുത്തടുത്ത് തന്നെ ഈ ഒരു എംബ്രോയിഡറി വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സാരിയുടെ ഹാഫ് പോർഷൻ ഫുള്ളും ഈ ഒരു ഫുൾ ബോഡി ഇതുപോലെ എംബ്രോയിഡറി വരുന്നത് പോലെയാണ്. ഇത് കണ്ടോ, ഈ ഒരു പാറ്റേണിൽ. ഇത് സിൽക്കി കോട്ട എല്ലാവർക്കും അറിയാം, സിംഗിൾ ലെയറിൽ ട്രാൻസ്പെറൻ്റ് ആണ്. ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് ഇതുപോലെ ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് ട്രാൻസ്പെറൻസി ഒന്നും വരില്ല അതിന്. ഈ ഒരു പാറ്റേണിൽ ഫുൾ ബോഡിയും ഇതുപോലെ എംബ്രോയിഡറി വരുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ മുതലാണ് ഇതുപോലെ ഫുൾ ബോഡി മീൻസ് നമ്മൾ കാണുന്ന ഫുൾ ആ സാരിയുടെ ഫുൾ വിഡ്ത്തിലും എംബ്രോയിഡറി വരുന്നത്. അത് കഴിഞ്ഞുള്ള പോർഷൻ വരുമ്പോഴത്തേനും നമ്മൾ സാധാരണ ഫുൾ ബോഡി എംബ്രോയിഡറി സാരീസിൽ വരുന്നത് പോലെ ബോട്ടം പോർഷനിലാണ് എംബ്രോയിഡറി വരുന്നത്. ഇതുപോലെ കണ്ടോ, ബോട്ടം പോർഷനിൽ ഇതുപോലെ നിറച്ചു എംബ്രോയിഡറി വരുന്നൊരു പാറ്റേണിലാണ് ഈ ഒരു സാരി വരുന്നത്. കുറച്ചും കൂടെ ക്ലിയർ മീൻസ് നമ്മൾ സിംഗിൾ ലെയർ പിടിക്കുമ്പോൾ ആ വർക്കിന് അത്രയും ഹൈലൈറ്റ് കാണത്തില്ല. നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അടിയിൽ സ്കേർട്ടും അതുപോലെ ആ ഒരു സിംഗിൾ ലെയർ അല്ലല്ലോ വരുന്നത്. അപ്പം നമുക്ക് ആ ഒരു എംബ്രോയിഡറി കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഞാൻ ഒരു ലെയറിൽ എടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് ആ എംബ്രോയിഡറിക്ക് അത്രയും ഹൈലൈറ്റ് വരാത്തത് കൊണ്ടാണ് ഞാൻ ഇത് 2 ലെയറിൽ പിടിച്ച് കാണിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ക്രിസ്മസ് കളക്ഷൻ സാരിയാണ്. അപ്പം ഇതിന് ഈ ഒരു കളർ മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മളിതിന് കൂടുതൽ ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, കൂടുതൽ കളേഴ്സിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്രിസ്മസ് ആവുന്നതിന് മുമ്പ് നമ്മൾ ക്രിസ്മസ് വീഡിയോസിൽ തന്നെ അതിൻ്റെ കളർ ചേഞ്ചും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതിന് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ നമ്മൾ ആ 3 ഫ്ലവേഴ്സ് കാണിച്ച ഫ്ലവേഴ്സ് സിംഗിൾ ഫ്ലവേഴ്സായിട്ട് വരുന്ന പോലെ. ഇത് കണ്ടോ, ആ സെയിം ബേബി പിങ്ക് കളർ ഫ്ലവേഴ്സ് സിംഗിൾ ഫ്ലവേഴ്സ് ആയിട്ട് വരുന്ന, ലീവ്സ് ഇല്ല, ഫ്ലവേഴ്സ് മാത്രമായിട്ട് സ്കാറ്റർ ചെയ്ത് വരുന്നത് പോലെയാണ് ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് വരുന്നത്. ഈ സെയിം വിത്ത് ബ്ലൗസ് വെച്ചിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാം. അതുപോലെ നമുക്ക് പിങ്ക് കളർ ബ്ലൗസ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും ഈ ഒരു സാരി പെയർ ചെയ്യാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2375 ആണ്. 2375 റുപ്പീസാണ്. ഇതിൻ്റെ വേറെ എഡ്ജസ് ഒക്കെ നോർമൽ എഡ്ജസ് ആണ്, സ്കാലപ്പ് ഒന്നുമല്ല, പ്ലെയിൻ എഡ്ജസ് ആണ് വരുന്നത്. എൻ പോർഷൻ ആണെങ്കിലും ജസ്റ്റ് പ്ലെയിൻ എൻഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ഫുൾ ബോഡി എംബ്രോയിഡറി വരുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു പാറ്റേൺ സാരി ഇപ്പം നമുക്ക് റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ സാരി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ നമുക്ക് റീ ഓർഡർ ചെയ്ത് നമ്മൾ വരുത്തിച്ച ഈ ഒരു പാറ്റേൺ. ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ഒരു വൈറ്റ് സാരി കളക്ഷൻസിനകത്ത് നമുക്ക് ഒത്തിരി റിക്വസ്റ്റ് വന്നൊരു സാരി കളക്ഷനായിരുന്നു. ഇത് കോട്ട ഫാബ്രിക്കിൽ ഫുൾ ബോർഡർ എംബ്രോയിഡറി വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് അതിൻ്റെ ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് നമുക്ക് നേരത്തെ ഇതേ പാറ്റേണിലുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഫ്ലവർ പാറ്റേൺ ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പുതിയ കുറച്ച് ഷെയ്ഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷെയ്ഡ് നേരത്തെ ഉണ്ടായിരുന്ന ഷെയ്ഡ് തന്നെയാണ്.
ഇത് കോട്ടൺ കോട്ട എന്ന് പറയുന്നത് നമ്മുടെ കോട്ടൺ ചെക്ക് കോട്ട ഫാബ്രിക് അല്ല, കുറച്ചും കൂടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. കോട്ടൺ കോട്ട എന്ന് പറയുന്ന ഫാബ്രിക് ആണ്. ചെക്ക് കോട്ട പോലെ ഇതിനകത്ത് ഹോൾസ് വരുന്നൊരു പാറ്റേണിലുള്ള കോട്ട ഫാബ്രിക് അല്ല. അത് ആ ഒരു ചെക്ക് പാറ്റേൺ അതിനകത്ത് ഡിസൈൻ ആയിട്ട് സെൽഫ് ഡിസൈൻ പോലെയാണ് വരുന്നത്. ആ ചെക്ക് പാറ്റേൺ നമ്മൾ നോർമൽ കോട്ടൺ ചെക്ക് കോട്ട പോലെ അത്രയും സ്റ്റിഫ്നെസ് ഉള്ളൊരു സ്റ്റിഫ്നെസ്സും സ്റ്റാഷും വരുന്ന പോലത്തെ ഒരു ഫാബ്രിക് അല്ല ഈ ഒരു കോട്ടൺ കോട്ട ഫാബ്രിക്. കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അതിനകത്ത് ഫുൾ ആ ഒരു ബോർഡറിനകത്തും ഈ ഫില്ല് ചെയ്ത് ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലുള്ള ഒരു ഫ്ലവേഴ്സും ആ ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള മിഷൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ബോഡി പോർഷനിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്തുള്ള ഫ്ലവർ പാറ്റേൺ ഉണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് ഇത് ഉടയ്ക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് സാരിയുടെ വീഡിയോസ് ഒക്കെ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാലും നമ്മുടെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള വ്യൂവേഴ്സിനാണെങ്കിലും ക്ലിയർ ആവാനായിട്ട് ജസ്റ്റ് ഞാൻ ഇത്രയും ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഫുൾ ബോഡിയിലും ഇതുപോലെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഉണ്ട്. രണ്ട് വശത്തും നമ്മൾ കാണുന്ന ബോർഡേഴ്സിലെല്ലാം ഈ ഒരു ഗ്യാപ്പിൽ ഈ ഫുൾ ഡിസൈൻ വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ ഈ ഒരു ബോർഡറിൽ ഫുള്ളും ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. നിറച്ചും ഈ ഒരു ഫുൾ രണ്ട് വശത്തുള്ള ബോർഡറിലും ബോഡി പോർഷനിലും നിറച്ചും എംബ്രോയിഡറി വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. സാരിയുടെ കൂടെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ബ്ലൗസ് വരുന്നത് കോട്ട ഫാബ്രിക്കിലല്ല, പ്ലെയിൻ കോട്ടൺ വൈറ്റ് ബ്ലൗസ് ആണ് വരുന്നത്. പിന്നെ പല്ലുവിൻ്റെ എൻ പോർഷൻ ആണ് ഇങ്ങനെ. പല്ലുവിൻ്റെ എൻ പോർഷൻ വരുന്നത് ഈ ഒരു എംബ്രോയിഡറി തന്നെ ആ ഒരു ബോർഡർ ക്ലോസ് ചെയ്ത് വരുന്നൊരു പാറ്റേണിലാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും അതിൻ്റെ പല്ലുവിൽ വരുന്നില്ല. നോർമലി നമുക്ക് ഫുൾ ബോഡി എംബ്രോയിഡറി വരുമ്പം ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെയും ഈ ഒരു ഫ്ലവർ പാറ്റേൺ, അതായത് ബോഡി പോർഷനിൽ വന്നിരിക്കുന്ന ഫ്ലവർ പാറ്റേൺ ആ ഒരു ചെസ്റ്റ് പോർഷൻ കഴിയുന്ന ഭാഗം തൊട്ട് വരുന്നത് ബോട്ടം പോർഷനിൽ മാത്രമേ സ്കാറ്റർ ചെയ്ത് വരത്തുള്ളൂ. ബാക്കി ബോർഡർ എല്ലാം രണ്ട് വശത്തും ഒരുപോലെ നമ്മൾ കാണുന്ന ഭാഗത്ത് ഫുൾ ബോർഡർ വരുന്നുണ്ട്. ചെസ്റ്റ് പോർഷൻ തൊട്ടാണ് നമുക്ക് നോർമലി ഉള്ളിൽ വരുന്ന ബോർഡർ എപ്പോഴും ഫുൾ ബോർഡർ സാരീസിനൊക്കെ വരാറുള്ളത്. ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇതിനകത്തും എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷൻ തൊട്ട് രണ്ട് സൈഡിലും ബോർഡറും ഫുൾ ആ ഒരു ബോഡി പോർഷനിൽ മോട്ടീവ്സും വരുന്നുണ്ട്. ചെസ്റ്റ് പോർഷൻ കഴിയുമ്പോൾ തൊട്ട് ഫ്ലീറ്റഡ് പോർഷൻ, അതായത് ഉള്ളിലോട്ടൊക്കെ പോകുന്ന ഭാഗം വരുമ്പോഴത്തേനും കാണുന്ന ഭാഗത്തെല്ലാം വരുന്നത് പോലെ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇത്രയും നിറച്ച് ഈ ഒരു കോട്ടൺ കോട്ട ഫാബ്രിക്കിൽ എംബ്രോയിഡറി വന്നിരിക്കുന്ന ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1599 ആണ്. നമുക്ക് നേരത്തെ ഈ ഒരു 1 ഇയർ 1.5 ഇയർ മുമ്പാണ് നമ്മൾ ഈ ഒരു സാരി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നേരം ഇതിന് കുറച്ചും കൂടെ റേറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ക്ലോത്തിൻ്റെ ഒക്കെ GST പോലെ എല്ലാം കൂടിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു റേറ്റ് ഡിഫറൻസ് ഈ ഒരു സാരിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1599 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ജസ്റ്റ് ആ ഒരു സാരിയുടെ കളർ ചേഞ്ച് ആണ്. ഈ ഒരു ഷെയ്ഡ് നമുക്ക് നേരത്തെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡാണ്. ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് അതിന് ഒരു ബോർഡർ പോർഷനും ഉള്ളിൽ വരുന്നത് കുറച്ചും കൂടി ഒരു ഗ്രേയിഷ് ആയിട്ടുള്ള ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഒരു നല്ലൊരു ബ്രൗണിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റും. ആക്ച്വലി ബ്രൗൺ എന്നൊക്കെ പറയുന്ന ഡാർക്ക് ഷെയ്ഡ്സിനെ പേസ്റ്റൽ ഷെയ്ഡ്സ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആ ഒരു ബ്രൗണിൻ്റെ ഭയങ്കര ഒരു ലൈറ്റർ ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ. നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് വൈറ്റിൽ ഈ ഒരു ഷെയ്ഡ്. നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ട് ഈ പറഞ്ഞ പോലെ യൂണിഫോം ആയിട്ടൊക്കെ പള്ളിയിലേക്കൊക്കെ വേണ്ടി നമ്മളിത് ഒത്തിരി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനത്തെ ഈ ഒരു സാരി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂണിഫോം ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആക്കി തരാൻ പറ്റുന്നതാണ്. അപ്പം അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ക്രിസ്മസിനോടനുബന്ധിച്ച് നമുക്ക് ഒരു യൂണിഫോം ആയിട്ടൊക്കെ ആണെങ്കിലും അല്ലെ കൊയറിനൊക്കെ ആണെങ്കിലും ഒക്കെ വേണ്ടിയതാണെങ്കിൽ ഈ ഒരു സാരി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. സെയിം ആ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. പ്രൈസ് വരുന്നത് 1599 rupees ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പാറ്റേണിൻ്റെ പുതിയൊരു കളർ ഷെയ്ഡാണ്. നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് ക്രിസ്മസ് കളക്ഷനായിട്ട് തന്നെ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്ന ഒരു കളർ ഷെയ്ഡാണ്. വൈറ്റും റെഡും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഫ്ലവർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ഉള്ളിലെ പോർഷൻ, അതായത് നമ്മൾ നേരത്തെ ലൈറ്റർ ഷെയ്ഡിൽ കണ്ടിരുന്ന ആ ഡിസൈൻ ഇതിനകത്ത് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ആ ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്നത്. ബോർഡർ പോർഷൻ റെഡ് ഷെയ്ഡിലും വരുന്നത് പോലെയാണ്. സെയിം ഡിസൈൻ സെയിം ആണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷനാണ് ഒരു ക്രിസ്മസ് തീമിൽ വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇത് എക്സാക്ട്ലി നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല റെഡ് വൈറ്റ് ഒക്കെ കോമ്പിനേഷൻ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. എന്നാലും ഈ ഒരു റെഡ് വൈറ്റ് ഗ്രീൻ നമുക്ക് ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടും ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതുമായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിഫോം പർപ്പസിനൊക്കെ ശരിക്കും വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു സാരി ആയിരിക്കും ഇത്. ഇതിനകത്ത് ഫുൾ ബോഡി നമ്മൾ ആ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഫുൾ ബോഡി നമുക്ക് ഈ ഒരു വൈറ്റ് ഫ്ലവേഴ്സിൽ ആ ഒരു റെഡ് ബോർഡർ വെച്ച് വരുന്നത് പോലെയാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ ഒരു പാറ്റേണിലായിരിക്കും ഈ ഒരു സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. പല്ലുവിൻ്റെ എൻഡിൽ
ഇതുപോലെ ഫ്ലവർ ഡിസൈൻസ് ക്ലോസ് ചെയ്ത് എൻഡിലുണ്ട്. അതുപോലെ 2 ബോർഡറിലും ഈ ഒരു ഫ്ലവർ ഡിസൈൻസ് ഉണ്ട്. ബോഡി പോർഷനിൽ വരുമ്പം ആ ഫ്ലവറിൻ്റെ മോട്ടീവ്സ് ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഇത് ചെസ്റ്റ് പോർഷൻ തൊട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ വരും. ബാക്കി നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ബോട്ടം പോർഷനിലോട്ട് ഈ ഒരു പാറ്റേൺ വരും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു സാരി പോകുന്നത്. ഈ ഒരു സാരി ക്രിസ്മസ് കളക്ഷൻ ആയതുകൊണ്ടും വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്നത് കൊണ്ടും ഒക്കെ ഇതിനകത്ത് വന്നിരിക്കുന്ന വിത്ത് ബ്ലൗസ് വന്നത് ഈ ഒരു റെഡ് കളറിലാണ്. അപ്പം നമുക്ക് ഈ ഒരു റെഡ് ബ്ലൗസ് വെച്ചിട്ട് ഈ ഒരു സാരി പെയർ ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ബ്ലൗസ് വെച്ചും പെയർ ചെയ്യാം. പക്ഷെ ഇതിനോട് വിത്ത് ബ്ലൗസായിട്ട് നമുക്ക് കോട്ടൺ റെഡ് ഫാബ്രിക് ആണ് വരുന്നത്. ഈ ഒരു സാരി വെച്ച് ഈ ഒരു ബ്ലൗസ് വെച്ച് തന്നെ പെയർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ക്രിസ്മസ് ഒക്കേഷനൊക്കെ ആപ്റ്റായിട്ട് തന്നെ ഈ ഒരു സാരി യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ 2 ബ്ലൗസും എടുത്ത് കാണിക്കാഞ്ഞത് ആ ഒരു ബ്ലൗസും പ്ലെയിൻ വൈറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് കേട്ടോ. ഇതുപോലെ വൈറ്റ് ഫാബ്രിക് ആണ് നമുക്ക് നേരത്തെ 2 സാരീസിനെയും കൂടെ വിത്ത് ബ്ലൗസായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കൂടെ മാത്രം റെഡ് ഫാബ്രിക് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ 3rd കളർ ഷെയ്ഡ് വരുന്നത്. റേറ്റ് എല്ലാം സെയിം തന്നെയാണ്, 1599 തന്നെയാണ്. ഈ ഒരു ഡിസൈനിൽ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് സാരിയാണ്. നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാളും ചെറിയൊരു വ്യത്യാസം ഇതിൻ്റെ ഫ്ലവർ ഡിസൈൻസിനൊക്കെ ഉണ്ട്. ലീഫ് പാറ്റേൺ ഒക്കെ ആണെങ്കിലും ഫ്ലവറിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒക്കെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഡിഫറൻസുകൾ ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്രീനിൻ്റെയും അതുപോലെ പിങ്കിൻ്റെയും കോമ്പിനേഷനിലാണ് ഈ ഒരു സാരിയിലെ ഡിസൈൻ വന്നിരിക്കുന്നത്. പിങ്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്. ഒരു ഓണിയൻ പിങ്കിനോടൊക്കെ ഒരു സിമിലർ ആയിട്ടുള്ള, എന്നാൽ ബേബി പിങ്കിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കറായിട്ട് വരുന്നൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സിൽ തന്നെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ്. ഇതിനകത്ത് ആ ഒരു ഫ്ലവർ പാറ്റേൺ ഒക്കെ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത ഒരു പിങ്ക് ടോണിൽ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. നമുക്ക് റെഡ് വൈറ്റ് കോമ്പിനേഷൻ വേണ്ട ക്രിസ്മസിന് ആ ഒരു പക്ക റെഡ് അല്ല, നമുക്ക് പിന്നെ ഒരു ഒക്കേഷനൊക്കെ ആണെങ്കിലും കൂടുതൽ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാരീസ് എടുക്കാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ വൈറ്റ് പിങ്ക് കോമ്പിനേഷൻസ് ഒക്കെ പെയർ ചെയ്യാം. റെഡിനോട് സിമിലർ ആയിട്ട് വരികയും ചെയ്യും. എന്നാൽ നമുക്ക് ഏത് ഒക്കേഷനൊക്കെ ആണെങ്കിലും വീണ്ടും പെയർ ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു കളർ ഷെയ്ഡാണ്. നല്ലൊരു ബ്രൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് നമ്മൾ ഉടുത്ത് വരുമ്പോഴും നല്ല ഭംഗി വരുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് ഈ ഒരു ഡിസൈൻ. നേരത്തെ ആ ഒരു ഡിസൈൻ ആ ഒരു പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട സാരി പോലെ തന്നെ ബോർഡർ ഫുള്ളും അതേ ഗ്യാപ്പിൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ബോഡി പോർഷനിൽ സെയിം ആ ഒരു ഫ്ലവർ പാറ്റേൺ ചെറിയ മോട്ടീവ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് കാണിച്ച സാരി പോലെ തന്നെ ഈ ഒരു സാരി ഷെയ്ഡിലും ബ്ലൗസ് വരുന്നത് ഈ ഒരു ഫ്ലവർ ഡിസൈൻ്റെ ഷെയ്ഡിലാണ്. ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ് ബ്ലൗസ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. ഈ ഒരു ബ്ലൗസ് വെച്ച് പെയർ ചെയ്യുമ്പം ഈ ഒരു സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വൈറ്റ് സാരിയിൽ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ്. ഇത് മാത്രമല്ല, നമ്മളിൽ ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതുപോലെ നമ്മുടെ അടുത്ത് ഒത്തിരി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ഈ ഒരു ക്രിസ്മസിന് ഇൻക്ലൂഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു ഈസ്റ്റർ സമയത്തൊക്കെ നമുക്ക് പേസ്റ്റൽ സാരീസിൽ ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ചന്തേരി ഫാബ്രിക്സ് ഒക്കെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോസിലായിട്ട്. അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മറക്കാതെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുകയോ ഒക്കെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ആകാതെ കാണാനായിട്ട് സാധിക്കും. പുതിയ പുതിയ കളക്ഷനായിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.